നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച ലോക്സഭയിൽ വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പേര് നിരവധിയായ തവണ എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ രാജ്യത്തോട് നരേന്ദ്രമോദി ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് പ്രതിപക്ഷം ഒന്നടക്കം പറയുകയാണ്. എന്തുകൊണ്ടാണ് എപ്സ്റ്റീൻ ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേര് വന്നിരിക്കുന്നത്? ആകസ്മികമായി വന്നു എന്ന് പറയാൻ കഴിയില്ല. ട്രംപിന് അടിയറവ് വയ്ക്കുന്ന നിബന്ധനകൾ നരേന്ദ്രമോദി പാലിച്ചിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നതും, പ്രധാനമന്ത്രി പദത്തിലിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്നത് മാത്രമല്ല, ഈ രാജ്യത്തെ കബളിപ്പിച്ചു എന്നത് അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണമാണെന്നും പ്രതിപക്ഷം പറഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്ത് കൊടിയ സാമ്പത്തിക അരാജകത്വം വാഴുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ഒരു വ്യക്തിയാണ്. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അന്താരാഷ്ട്ര കുറ്റവാളിയായ എപ്സ്റ്റീനെതിരെ അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിച്ചു. ജയിൽവാസം അനുഷ്ഠിക്കെ എപ്സ്റ്റീൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങൾക്കപ്പുറം നിഗൂഢമായ പല വിഷയങ്ങളുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഓരോ പേജുകളും അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ആക്സസിബിലിറ്റിയിലേക്ക്, പബ്ലിക് ഡൊമൈനിലേക്ക് എത്തപ്പെടുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തിയോടെ കാണുകയാണ്. ഈ വിഷയത്തിലൊക്കെ എപ്സ്റ്റീൻ എടുത്തിരിക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ചും ഇയാൾ അന്താരാഷ്ട്ര നേതാക്കളെ, വൻകിട നേതാക്കളെയൊക്കെ എപ്സ്റ്റീൻ ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതും, പ്രശസ്ത ഫിസിക്കൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്സ് എപ്സ്റ്റീൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ വന്ന വാർത്ത ഈ ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് ബാധിച്ച് കൈകാലുകളൊന്നും ചലിപ്പിക്കാൻ കഴിയാതെ ഒരു പ്രത്യേകമായിട്ടുള്ള കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലൂടെ മാത്രം അദ്ദേഹം തൻ്റെ ലോകത്തോട് കൃത്യമായി സംഭാഷണം നടത്തിയിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് എന്തിൻ്റെ പേരിലാണ് എപ്സ്റ്റീൻ ഐലൻഡിലേക്ക് പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ, പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയുടെ പേരെന്തുകൊണ്ട് ഈ ക്രിമിനലിൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്നു, ക്രിമിനലിൻ്റെ ബുക്കിൽ വന്നിരിക്കുന്നു, ഫയലുകളിൽ എങ്ങനെയാണ് നിരവധിയായ തവണ ഈ പേര് എഴുതപ്പെട്ടിട്ടുള്ളത്? ഇത് ഗൂഢകൃത്യമാണെന്ന് പറയാൻ കഴിയുമോ? ഏകാധിപതിയായ കിം ജോങ് ഉന്നോ റഷ്യൻ പ്രസിഡൻ്റായ വ്ളാഡിമിർ പുടിനോ ഒന്നും ഈ ഫയലിനകത്ത് പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളത് വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഏതായാലും എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.